നമസ്കാരം സുഹൃത്തുക്കളെ. അതിന് പേടിക്കേണ്ട, ഇത് ഡിവൈഎഫ്ഐയുടെ വക ഒരു പ്രത്യേക കലാരൂപമാണ്. ഈ മുൻപൊക്കെ തെരുവ് നാടകം എന്നൊക്കെ പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ പോലും നമ്മൾ ഈ അർത്ഥ നഗ്ന കലാരൂപങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇവരിപ്പോൾ അതെല്ലാം സീമകളെല്ലാം കടന്നുകൊണ്ട് പൊതുവേദിയിൽ തന്നെ ഏതാണ്ട് അടിവസ്ത്രങ്ങൾ മാത്രം ഇട്ടുകൊണ്ടൊരു സ്ത്രീയാണ്. തകർപ്പൻ അഭിനയമാണ്. ഇതിൻ്റെ കൂടെ ഡയലോഗും മറ്റുമൊക്കെ ഉണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ചെറുതായിട്ട് കേൾക്കാം. ഞാൻ അതിൻ്റെ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനമാണ്. സാധാരണ ഒരു സംഘടന, അതും 100 വർഷമായിട്ടുള്ള ഡിവൈഎഫ്ഐ അല്ല, അവരുടെയൊക്കെ മാതൃസംഘടന എന്നൊക്കെ പറയാവുന്ന CPI അവരൊക്കെ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് 100 വർഷമായി. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ചില കാർഡുകളുണ്ട്. ആ കാർഡുകളൊക്കെ പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും? പുതിയ കാർഡ് ഇറക്കും. അങ്ങനെ പുതിയ കാർഡ് ഇറക്കിയതാണോ എന്നറിയില്ല. കാരണം ഈ 100 വർഷമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ല. കേരളത്തിൽ മാത്രമാണ് ആകെ കുറച്ച് സ്വാധീനമുണ്ട് എന്ന് പറയാവുന്നത്. അപ്പോൾ ഇത്ര കാലവും അവർ ഇറക്കിക്കൊണ്ടിരുന്ന സകല കാർഡുകളും പരാജയപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇനി പുതിയ കാലത്തെ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ രൂപം, അതും ഇതുപോലെ നിക്കറും മുകളിൽ ഒരു കഷ്ണം തുണിയും മാത്രമുള്ള രൂപങ്ങളെ വെച്ചുകൊണ്ട് ചില കഥകളൊക്കെ അവതരിപ്പിച്ചാൽ ആൾ വരും എന്നുള്ള ധാരണയിലായിരിക്കും. ഇനി ഇവർ ഏത് നാട്ടിലെ കഥയാണ് ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ അവതരിപ്പിക്കുന്നതെന്ന് അറിയില്ല. അതിൽ കാണുന്ന ലാത്തിയോ എന്തോ കൈപ്പിടിച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ ആ യൂണിഫോം കണ്ടിട്ട് ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു സംഘടന ഉണ്ടായിരുന്നു, പോപ്പുലർ ഫ്രണ്ട് PFI. അവരുടെ ഫ്രീഡം പരേഡും മറ്റുമൊക്കെ നടത്തുമ്പോൾ ഏതാണ്ട് സമാനമായിട്ടുള്ള വേഷമാണ്ടിരുന്നത്. ഇനി അവരുടെ കാര്യമാണെന്ന് അറിയില്ല. ഒറ്റ രാത്രി കൊണ്ട് ഒരു രാജ്യം മാറി മറിഞ്ഞു പോയി. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, പ്രതികരിക്കാൻ പറ്റില്ല, മൂടപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അത് ഏത് രാജ്യത്തെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പ്രധാനമന്ത്രിയുടെ അമ്മയെ പോലും ചീത്ത വിളിക്കാൻ സ്വാതന്ത്ര്യം ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഒരുപക്ഷെ നിങ്ങളും വിശ്വസിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ എന്താ പറയുക, ഗൾഫിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല, തീർത്ത് കളയന്മാരും. ഇനി അമേരിക്ക ആണെങ്കിൽ പോലും ട്രംപിൻ്റെ മാതാവിനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ വെറുതെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇത്രയേറെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അനാവശ്യ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു രാജ്യം ഇന്ത്യ പോലെ മറ്റൊരു രാജ്യമില്ല. അപ്പോൾ പിന്നെ ഇവർ ഏത് രാജ്യത്തിൻ്റെയാണ് കഥയാണ് ഈ കരഞ്ഞു കോവി അവതരിപ്പിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഒരു രാത്രി കൊണ്ട് വെള്ളം പോലും കിട്ടാതെ കരഞ്ഞു മെഴുകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ യുവതിയെ കൊണ്ട്, യുവതിയാണോ പെണ്ണുവേഷം കിട്ടിയതാണോ എന്നറിയില്ല, പക്ഷേ ഒറ്റ കാഴ്ചയിൽ ഒരു പെണ്ണാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അവിടെ മരിച്ചുപോയ പുഷ്പൻ്റെ ഫോട്ടോയുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഡിവൈഎഫ്ഐയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആ വേദിയിൽ കാണാം. ഇത് അവതരിപ്പിച്ച സ്ഥലം കേരളം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയുന്നില്ല, ഇത്രയും തന്നെ ധാരാളമാണ്. ഇവന്മാരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരല്പം തലയിൽ ആൾതാമസമുള്ളവർക്ക് മനസ്സിലാവും. നശിച്ച് നാറാണക്കല്ലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയെങ്കിലും 10 പേര് കാണാൻ വരണം എന്ന ഉദ്ദേശത്തിലായിരിക്കും ഇവർ ഇത്തരം പേക്കോലങ്ങൾ കൊത്തുന്നത്. പക്ഷേ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ 2026 നല്ല സുന്ദരം കാഴ്ചകൾ കിട്ടുമ്പോൾ എന്തിനാണ് ഈ പേക്കോലങ്ങളൊക്കെ കാണാൻ വരുന്നത് എന്നായിരിക്കും ജൻസികൾ വിചാരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സകല കാർഡുകളും ഇറക്കി പരാജയപ്പെട്ട് കഴിയുമ്പോൾ പുതിയ വഴി തേടുന്നത് നല്ലതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങൾ യാതൊന്നും നേടാൻ പോകുന്നില്ല. ഉള്ള വോട്ട് കൂടി, ഉള്ള പിന്തുണ കൂടി നഷ്ടപ്പെടുത്താം എന്നല്ലാതെ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് 2026 ആണെന്നാണ്. ഇവിടെ പഴയതുപോലുള്ള തെരുവ് നാടക അഭ്യാസങ്ങൾ ചിലവാകില്ല. കാരണം ആളുകൾക്ക് ഏതൊരു കാര്യത്തിനെ പറ്റിയും സത്യവും മിഥ്യവും തെറ്റും ശരിയുമൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ അഭ്യാസങ്ങളൊക്കെ നിർത്തി മനുഷ്യരെ പോലെ പെരുമാറി തുടങ്ങും. അല്ലാതെ സ്ത്രീയുടെ അർദ്ധനഗ്ന വേഷങ്ങൾ കെട്ടിയാടി ഇതുപോലെ സ്റ്റേജിൽ വന്നിട്ട് തലയിലൂടെ വെള്ളമൊഴിച്ചും കാറിക്കൂവിയും ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആളുകൾക്ക് അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ അഭ്യാസം കൊണ്ട് ഗുണമുണ്ടാവൂ. അതുണ്ടാവാത്ത കാലത്തോളം അവർക്ക് നിങ്ങൾ വെറും കോമാളികൾ മാത്രമായിരിക്കും. നിർത്തൂ ഈ അഭ്യാസങ്ങൾ. എന്തിനാണ് വെറുതെ മനുഷ്യരുടെ മുന്നിൽ ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നത്?